പ്രിയമിത്രങ്ങളെ, ഏവരെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏവർക്കും സുഖമെന്ന് വിശ്വസിച്ചുകൊണ്ട് കഥ ആരംഭിക്കാം. എന്റെ പേര് ബിനു. ഈ കഥയിലെ നായിക എന്റെ അമ്മയാണ്. എന്റെ അമ്മയുടെ പേര് ഗീത എന്നാണ്. അമ്മ ഇത്തിരി മോഡേൺ ആണെന്നൊക്കെ പറയാം. അതുകൊണ്ട് ഞങ്ങളുടെ അയലത്തുള്ളവർ അമ്മയെ കാണുമ്പോൾ പുറമേ ചിരിക്കുമെങ്കിലും അമ്മയെ അവർക്ക് അത്രയും ഇഷ്ടമൊന്നുമല്ല കേട്ടോ. ഭയങ്കര അഹങ്കാരി, തൻ്റെടി എന്നൊക്കെയായിരുന്നു നാട്ടുകാർ പറഞ്ഞിരുന്നത്. 35 വയസ്സുണ്ടായിരുന്നു അമ്മയ്ക്ക്. കാണാൻ അതിസുന്ദരിയായിരുന്നു അമ്മ. നല്ല വെളുത്തു തൊടുത്ത വണ്ണമുള്ള ശരീരം, തിളക്കമുള്ള കണ്ണുകൾ, ലിപ്സ്റ്റിക് ഇട്ട ചുണ്ടുകൾ, അങ്ങനെയൊക്കെ മേക്കപ്പുകളൊക്കെ അമ്മ ചെയ്യുമായിരുന്നു. നല്ല നീളമുള്ള മുടി, അത് നല്ല സ്റ്റൈലിൽ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. പോരാത്തതിന് മുടിയിൽ കളറും ചെയ്തിട്ടുണ്ട്. അമ്മ ഒരു സൈസ് ശരീരപ്രകൃതമുള്ള സ്ത്രീയായിരുന്നു. നല്ല മുന്നഴകും പിന്നഴകും ഒക്കെയുള്ള ഒത്ത ഒരു പെണ്ണ്. ഞങ്ങൾ താമസിക്കുന്നത് അധികം വികസനമൊന്നുമില്ലാത്ത ഒരു ഗ്രാമത്തിലാണ്. പക്ഷെ എൻ്റെ അമ്മ ഈ ഗ്രാമത്തിൽ നിന്ന് പട്ടണത്തിൽ പോയാണ് കോളേജ് വിദ്യാഭ്യാസമൊക്കെ ചെയ്തിട്ടുള്ളത്. പഠനത്തിന് ശേഷം ഒരു കൊച്ചു ജോലി അമ്മയ്ക്കുണ്ടായിരുന്നു. മാത്രമല്ല, അമ്മയുടെ ചെറുപ്രായത്തിൽ തന്നെ അമ്മയെ വിവാഹം കഴിപ്പിക്കുകയും ചെയ്തു. അച്ഛൻ ഒരു ചെറിയ ബിസിനസ് ആയിരുന്നു. എന്തൊക്കെയായാലും വിവാഹം കഴിഞ്ഞ് ഒരുപാട് സമയം കളയാതെ തന്നെ ഞാൻ ജനിക്കുകയും അത് അവരുടെ ജീവിതത്തിന്റെ പുതിയ ഒരു കാൽവെപ്പിലേക്ക് കളം മാറുകയും ചെയ്തു. വർഷങ്ങൾ കടന്നുപോയി. അച്ഛനും അമ്മയും നല്ല സ്വരച്ചേർച്ചയിലായിരുന്നില്ല. അച്ഛന്റെ മദ്യപാനം കൂടിക്കൂടി വന്നു. അച്ഛന്റെ ബിസിനസ് മുഴുവൻ തകർന്നു. അവസാനം അച്ഛൻ ഞങ്ങളെ വിട്ടുപോയി. അമ്മ ഒരുവിധം എല്ലാ കടങ്ങളും ജോലി ചെയ്ത് കുറച്ച് വസ്തുക്കൾ വിറ്റും തീർത്തിരുന്നു. അങ്ങനെ 2 വർഷം കഴിഞ്ഞപ്പോൾ അമ്മ ജോലി ചെയ്തിരുന്ന കമ്പനി പൂട്ടി. അതമ്മയെ വല്ലാതെ തളർത്തി. അപ്പോഴേക്കും ഞങ്ങൾ താമസിച്ചിരുന്ന വീട് ബാങ്കുകാർ കൊണ്ടുപോകുമെന്ന് ഞങ്ങൾ ഉറപ്പിച്ചു. പക്ഷെ ഇതൊന്നും വിട്ടുകളയാൻ അമ്മയ്ക്ക് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഞാനും അമ്മയും കുറച്ചുനാൾ അമ്മയുടെ നാട്ടിലെ വീട്ടിൽ പോയി നിൽക്കാൻ തീരുമാനിച്ചു. അമ്മയ്ക്ക് ഇവിടാണെങ്കിൽ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, ലത. ചെറുപ്പം മുതലേയുള്ള കൂട്ടാണ് അവർ രണ്ടുപേരും. അവർ എപ്പോഴും വിളിക്കുകയും പറയുകയും ഒക്കെ ഉണ്ടായിരുന്നു. ലതയുടെ ഭർത്താവ് കൃഷ്ണൻകുട്ടി ഒരു ബിസിനസ്സുകാരനാണ്. അമ്മ നാട്ടിൽ വരുമ്പോൾ ലതയുടെ വീട്ടിൽ പോവുക പതിവാണ്. എൻ്റെ അച്ഛൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനുമായിരുന്നു കൃഷ്ണൻകുട്ടി. പക്ഷേ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവർക്കും അതുപോലെ തിരിച്ചും അറിയാമായിരുന്നു. പക്ഷെ അച്ഛൻ്റെ അഭാവം കൃഷ്ണൻകുട്ടിക്ക് അമ്മയിൽ ഒരു പൂതി ഉണർത്തിയിരുന്നു. അമ്മയാണെങ്കിൽ ഒരു ചെറിയ സുഖം തന്നെ അനുഭവിച്ചിട്ട് കുറെ കാലമായിരുന്നു. പക്ഷേ തന്റെ പൂതി തുറന്നു പറയാൻ കൃഷ്ണൻകുട്ടിക്കും കഴിയുമായിരുന്നില്ല. എന്തെന്നാൽ എന്തേലും അമ്മയോട് ചെയ്യുകയോ പറയുകയോ ചെയ്താൽ അത് അടുത്ത നിമിഷം ലതയാന്റി അറിയും. ലതയാന്റി ആളൊരു സുന്ദരിയായിരുന്നു. കൃഷ്ണൻകുട്ടി മാമന്റെ പെർഫെക്റ്റ് മാച്ചായിരുന്നു ലതയാന്റി. ആന്റി ആണേൽ കുറച്ചു മെലിഞ്ഞ ഒരു വെളുത്ത സുന്ദരി തന്നെയാണ്. എന്നാൽ എൻ്റെ അമ്മയെപ്പോലുള്ള മാദക സൗന്ദര്യമൊന്നും അവർക്കില്ല. കൃഷ്ണൻകുട്ടി മാമൻ മെലിഞ്ഞ നല്ല നീളമുള്ള ഒരു സുന്ദരൻ തന്നെയായിരുന്നു. ഏതാണ്ട് ഒരു 45 വയസ്സ് പ്രായം വരും. പുള്ളിക്കാരൻ ദൂരെ എവിടെയോ ആണ് ജോലി ചെയ്തിരുന്നത്. അവർ ഇത്തിരി പണമൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. മാമനും കൂട്ടുകാരും ചേർന്ന് പാർട്ണർഷിപ്പിൽ നടത്തുന്ന ഒരു വലിയ കമ്പനി അവർക്കുണ്ട്. മാസത്തിൽ തന്നെ 2-3 ദിവസം അവധിക്കാണ് പുള്ളി നാട്ടിൽ വരുന്നത്. വന്നു കഴിഞ്ഞാലുള്ള ആന്റിയും മാമനുമായുള്ള പരിപാടിയുടെ കഥകളൊക്കെ അമ്മയോട് പറയുമായിരുന്നു ആന്റി. ഇത് പറഞ്ഞ് രസിക്കുമായിരുന്നു രണ്ടുപേരും കൂടി. അമ്മയും മാമനെ അതേ വീരപുരുഷനായി തന്നെയാണ് കാണുന്നതും. അമ്മയും ലതയാന്റിയും ജോലി പോയതിനെയും കടങ്ങളെയും പറ്റി സംസാരിച്ചു. പക്ഷെ അമ്മയുടെ വിഷമം മാറാൻ ആന്റിയുടെ ഒരു ഫോൺ കോളിന് സാധിച്ചു എന്ന് വേണം പറയാൻ. എന്തെന്നാൽ ആന്റിക്ക് മാമന്റെ കമ്പനിയിൽ ഒരു ജോലി വാങ്ങിക്കൊടുക്കാൻ വളരെ നിസ്സാരമായ ഒരു കാര്യം തന്നെയായിരുന്നു. അന്ന് തന്നെ ഒരു വീഡിയോ കോളിൽ വന്ന് മാമനും പാർട്ട്ണറും ഒരു ഇന്റർവ്യൂ ചെയ്ത് അമ്മയ്ക്ക് ജോലി ഉറപ്പിച്ചു. അതുപോലെ തന്നെ താമസ സൗകര്യങ്ങളും ഫുഡും എല്ലാം കമ്പനി ചെലവാണ്. പോരാത്തതിന് നല്ല ശമ്പളവും. അമ്മ വളരെ ഹാപ്പിയായി. ഡീ ലതേ, നിന്നോട് എങ്ങനെയാടി ഞാൻ നന്ദി പറയേണ്ടത്? അമ്മ ചോദിച്ചു. നീ പോയി രക്ഷപ്പെടടി, ലതയാന്റി പറഞ്ഞു. എന്നിങ്ങനെയായി സംഭാഷണങ്ങൾ. ഒടുവിൽ എത്രയും പെട്ടെന്ന് തന്നെ അമ്മ ജോലിക്ക് കയറേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെ നാട്ടിലെ അമ്മുമ്മയോടൊപ്പം നിർത്തിയിട്ട് അമ്മ ജോലിക്കായി പെട്ടിയും ഡ്രസ്സും ഒക്കെ യാത്ര തിരിച്ചു. യാത്ര ട്രെയിനിലാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും യാത്ര പോകുന്നതിന് മുമ്പേ തന്നെ ആന്റി മാമന്റെ നമ്പർ അമ്മയ്ക്കും അമ്മയുടെ നമ്പർ മാമനും അയച്ചു കൊടുത്തിരുന്നു.
ഡി, നീ അവിടെ എത്തുമ്പോൾ ചേട്ടനെ വിളിച്ചാൽ മതി. ചേട്ടൻ നിന്നെ അവിടെ നിന്നും പിക്ക് ചെയ്തോളും കേട്ടോ, ലതയാന്റി പറഞ്ഞു. ശരിയടി, ഞാൻ അവിടെ എത്തുമ്പോൾ നിന്നെ വിളിക്കാം, അമ്മ തിരിച്ചു പറഞ്ഞു. നീ അവിടെ എത്തുമ്പോൾ ചേട്ടനെ വിളിച്ചാൽ മതി, റൂമിൽ എത്തിയിട്ട് എന്നെ വിളിച്ചാൽ മതി കേട്ടോ. ഡി, പണം വല്ലതും ഇപ്പോൾ വേണോ, ലതയാന്റി ചോദിച്ചു. വേണ്ടടി, അത്യാവശ്യത്തിനുള്ളതുണ്ട്, അമ്മ പറഞ്ഞു. അപ്പോഴേക്കും ട്രെയിൻ വന്നു. അമ്മ ട്രെയിനിൽ കയറി യാത്ര പറഞ്ഞു. ട്രെയിൻ പതിയെ നീങ്ങിത്തുടങ്ങി. ട്രെയിനിൽ നിന്നും അമ്മ ഇറങ്ങേണ്ട സ്ഥലമെത്തി. ട്രെയിനിൽ നിന്നും അമ്മ ലഗേജൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ഹാൻഡ് ബാഗിൽ നിന്നും ഫോൺ എടുത്ത് മാമന്റെ നമ്പർ ഡയൽ ചെയ്തു. അപ്പോഴേക്കും പിന്നിൽ നിന്നൊരു വിളി. ഹലോ ഹലോ ഗീതേ. അമ്മ തിരിഞ്ഞു നോക്കുമ്പോൾ മാമൻ പിന്നിൽ നിൽക്കുന്നു. മാമൻ അമ്മയുടെ ഒരു ബാഗ് അമ്മയുടെ കയ്യിൽ നിന്നും വാങ്ങി റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് നടന്നു. സാർ, അമ്മ വിളിച്ചു. വേണ്ട ഗീതേ, അതൊക്കെ അങ്ങ് ഓഫീസിൽ മതി. എന്നെ അണ്ണ എന്ന് വിളിച്ചാൽ മതി കേട്ടോ. അമ്മയൊന്ന് പുഞ്ചിരിച്ചു. മാമൻ തന്റെ കാറിന്റെ ഡിക്കി തുറന്ന് ലഗേജൊക്കെ എടുത്തു വെച്ചു. അമ്മ പിന്നിലെ ഡോർ തുറക്കാൻ ശ്രമിച്ചപ്പോൾ മാമൻ തടഞ്ഞു. നീ എന്താടി, എന്നെ ഡ്രൈവറാക്കുവാണോ? അയ്യോ സോറി ചേട്ടാ, അമ്മ പറഞ്ഞു. മാമൻ വണ്ടിയുടെ മുന്നിലെ ഡോർ അമ്മയ്ക്കായി തുറന്നു കൊടുത്തു. അമ്മ അതിൽ കയറിയിരുന്നു. മാമൻ വണ്ടി ഓടിച്ചു തുടങ്ങി. ഗീതെ, നിനക്ക് പറഞ്ഞിരിക്കുന്ന റൂം റെഡിയാകാൻ 2 ദിവസം വേണ്ടി വരും കേട്ടോ. അയ്യോ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും അണ്ണാ? വേറെ ഹോസ്റ്റലോ മറ്റോ കിട്ടുമോ, അമ്മ ചോദിച്ചു. ഇവിടെ കുറെ ഹോസ്റ്റൽ ഉണ്ടടി, പക്ഷെ ഒന്നും അത്ര പോരാ. നീ വിഷമിക്കണ്ട. എന്റെ ഇവിടുള്ള വീട്ടിൽ 2 ദിവസത്തേക്ക് സ്റ്റേ ചെയ്തു. അയ്യോ അണ്ണാ, അത്, അമ്മ ചോദിച്ചു. ഓ, ഒന്നുമില്ല, 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. എന്റെ പൊന്നെ, നീ അവളോടൊന്നും പറയല്ലേ ഇത്. എനിക്ക് പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അമ്മയൊന്ന് ഊറിച്ചിരിച്ചു. വണ്ടി മാമന്റെ വീട്ടിലെത്തി. ലഗേജ് ഒക്കെ എടുത്തു വെക്കാൻ മാമൻ അമ്മയെ സഹായിച്ചു. അമ്മയുടെ മുറിയും സൗകര്യങ്ങളും മറ്റും കാട്ടിക്കൊടുത്തു. ഗീത, ഞാൻ ഓഫീസിൽ പോകുക. ശരിയണ്ണ. നീ വന്നാലേ ഉള്ളു, ഒന്ന് ഫ്രഷ് ആക്. ഫുഡ് ഞാൻ വരുമ്പോൾ കൊണ്ടുവരാം. നിനക്കെന്താ കഴിക്കാൻ വേണ്ടത്? ഒന്നും വേണ്ടണ്ണ, അടുക്കളയിൽ സാധനങ്ങളുണ്ടല്ലോ, ഞാൻ വല്ലതും ഉണ്ടാക്കാം. ഓ, അതൊന്നും വേണ്ട, നീ ഇപ്പോൾ പോയി റെസ്റ്റ് എടുക്ക്, മാമൻ പറഞ്ഞു. മാമൻ ഓഫീസിലേക്ക് പോയി. അമ്മ ഒരു കുളിയും പാസാക്കി വീട് മുഴുവൻ നടന്നു കണ്ടു. എല്ലാ സൗകര്യവും ഉള്ള വീട്. പിന്നീട് ലതയെ വിളിച്ച് റൂം കിട്ടിയെന്നും മറ്റും പറഞ്ഞു. പിന്നീട് വീട്ടിലേക്കും എന്നെയും എല്ലാം വിളിച്ചു. ശേഷം അമ്മ ഉറങ്ങാൻ കിടന്നു. ക്ഷീണം കാരണം പാവം ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ സ്വപ്നം മുഴുവൻ മാമൻ തന്നെയായിരുന്നു. അമ്മ അതിയായി മാമനെ ആഗ്രഹിക്കുന്നു. മാമനും അതുപോലെ തന്നെ. പക്ഷെ ഇതിന്റെ എല്ലാം ഇടയിൽ ലതയെന്ന ഒരാൾ, അവളുടെ ജീവിതം അമ്മ കാരണം നശിക്കരുതെന്നും അമ്മയ്ക്ക് ഉണ്ട്. കണ്ണു തുറന്നപ്പോൾ തന്നെ സന്ധ്യയായിരിക്കുന്നു. അമ്മ കട്ടിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ കോളിംഗ് ബെല്ലിന്റെ സൗണ്ട് കേട്ടു. അമ്മ ചെന്ന് വാതിൽ തുറന്നു. മാമൻ തന്നെ. മാമൻ അമ്മയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച ശേഷം കയ്യിൽ കരുതിയ പൊതി അമ്മയ്ക്ക് കൊടുത്തു. എന്താ ഇത്, അമ്മ ചോദിച്ചു. ഫുഡാണ്, നീ കഴിച്ചോ. അണ്ണൻ ഫ്രഷായി വാ, ഞാൻ വിളമ്പി വെക്കാം, അമ്മ പറഞ്ഞു. വേണ്ടടി, ഞാൻ കഴിച്ചിട്ടാ വന്നത്. അമ്മ അത് വാങ്ങി അകത്തേക്ക് കൊണ്ടുപോയി വെച്ചു. മാമൻ കുളിക്കാനും പോയി. അമ്മ ഫുഡ് കഴിച്ചു ഹാളിൽ പോയിരുന്നു. പക്ഷെ അമ്മയുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ അമ്മയെ കൊണ്ട് കഴിയുമായിരുന്നില്ല. അപ്പോഴേക്കും മാമൻ കുളി കഴിഞ്ഞെത്തി. ഡൈനിങ് ടേബിളിന്റെ കസേരയിൽ വന്നിരുന്നു. അമ്മയോട് അമ്മയുടെ സർട്ടിഫിക്കറ്റുകൾ ആവശ്യപ്പെട്ടു. അമ്മ പതിയെ സർട്ടിഫിക്കറ്റുകൾ ടേബിളിന്റെ മുകളിൽ നിരത്തി. മാമൻ ഓരോന്ന് നോക്കുന്നുണ്ടായിരുന്നു. അമ്മ ഒരു വെള്ള ടീഷർട്ടും ഷോർട്ട്സ് പാന്റുമാണ് ധരിച്ചിരുന്നത്. അമ്മ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് അത് കുടിച്ചു. പക്ഷെ വെള്ളം വീണ് അമ്മയുടെ ടീഷർട്ട് നനഞ്ഞു. മാമൻ നോക്കിയപ്പോൾ അമ്മയുടെ ഫ്രണ്ട് ഭാഗം നല്ലപോലെ കാണുവാൻ സാധിക്കുമായിരുന്നു. അമ്മ ഒന്നും അറിയാത്തതുപോലെ നിന്നു കൊടുത്തു. മാമൻ പതിയെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഒന്നും മിണ്ടാതെ റൂമിലേക്ക് പോയി. അമ്മ അത് ബോധപൂർവം ചെയ്തതാണെന്ന് മാമനും അറിയാം, അമ്മയ്ക്കും അറിയാം. അമ്മ പതിയെ എഴുന്നേറ്റ് മാമന്റെ റൂമിൽ ചെന്നപ്പോൾ മാമൻ വെട്ടുകൊണ്ട വാഴ പോലെ കട്ടിലിൽ ഇരിക്കുകയായിരുന്നു. അമ്മ നോക്കുന്നത് കണ്ട കൃഷ്ണൻകുട്ടി മാമൻ പതിയെ എഴുന്നേറ്റ് അമ്മയെ നോക്കി ഒരു ചെറു ചിരി പാസാക്കി. മാമന്റെ ഷോർട്സിന് മുന്നില് മുഴുപ്പ് കണ്ട് അമ്മയുടെ മുഖത്തും ഒരു പുഞ്ചിരി വന്നു. അത് മാമൻ എന്തോ ഒരു സ്വർഗം ലഭിച്ച പോലെ തോന്നി. അപ്പോഴേക്കും അമ്മ മാമന്റെ റൂമിനകത്തേക്ക് കയറി മാമന്റെ ഷോർട്സിലെ മുഴുപ്പിൽ ഒന്ന് തലോടി. എന്നിട്ട് ചിരിച്ചുകൊണ്ട് അമ്മയുടെ റൂമിലേക്ക് നടന്നു. എന്നാൽ മാമൻ അമ്മയുടെ പിന്നാലെ പോയില്ല. മാമന്റെ ബെഡിൽ തന്നെ കിടന്നു. അമ്മ തിരിഞ്ഞു നോക്കിയപ്പോൾ മാമൻ പിന്നിലില്ല എന്ന് മനസ്സിലായി. അമ്മ വീണ്ടും മാമന്റെ മുറിയിലേക്ക് ചെന്നപ്പോൾ മാമൻ കട്ടിലിൽ കിടക്കുകയാണ്. ഒട്ടും സമയം കളഞ്ഞില്ല അമ്മ. മാമനോടൊപ്പം കട്ടിൽ കയറി കിടന്നു.
മാമന്റെ ശ്രദ്ധ മുഴുവൻ അമ്മയിൽ തന്നെയാണ്. ഒരേ ബ്ലാങ്കറ്റിൽ രണ്ടുപേരും മൂടിപ്പുതച്ച് കിടക്കുകയാണെങ്കിലും എന്ത് സംസാരിക്കണം എന്നതിനെപ്പറ്റി രണ്ടുപേർക്കും ഒരു ധാരണയുമില്ലായിരുന്നു. ആദ്യം ആര് സംസാരിക്കും എന്ന ചോദ്യം രണ്ടുപേരുടെയും മനസ്സിലുണ്ട്. അമ്മ മാമനോട് ചേർന്ന് കിടന്നു. രണ്ടുപേരും എന്തൊക്കെയോ ആഗ്രഹിക്കുന്നുണ്ട്. സമയം ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങി. പിന്നെ എപ്പോഴോ ആ റൂമിൽ വെച്ച് പരസ്പരം പ്രണയവും ആവേശവും കൂടിക്കലർന്ന് അവർ ഒന്നായി മാറി. രണ്ടുപേരും നേരം വെളുക്കുവോളം മതിമറന്ന് ആസ്വദിച്ചു.